ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെം Bcom ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ കുറച്ച് ഡെഫിനേഷൻസ് ആയിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള വീഡിയോ കാണാം കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാനുള്ള ഡെഫിനേഷൻ അസസ്മെൻറ്റ്. എന്താണ് അസസ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അസസ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി ഇൻ ദ പ്രീവിയസ് ഇയർ ആൻഡ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പ്രോസസ്സാണ്. ടോട്ടൽ ഇൻകം അസസിയുടെ പ്രീവിയസ് ഇയറിലെ അസസിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്താ പറയുന്നത്? അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി ഇൻ ദി പ്രീവിയസ് ഇയർ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. എന്നിട്ട് അത് കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം അയാൾക്ക് എത്രത്തോളമാണ് ടാക്സ് ലയബിലിറ്റി എന്നുള്ളതിന് ടാക്സ് ലയബിലിറ്റി ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക? ഡിറ്റർമൈൻ ചെയ്യുക. അതിനെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റ് എന്താണ്? അതൊരു പ്രോസസ്സാണ്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ എന്താണെന്നുള്ളത്. അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരിയഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ ആൻഡ് എൻഡിങ് ഓൺ 31st March ഓഫ് നെക്സ്റ്റ് ഇയർ. അതായത് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ 12 മാസമായിരിക്കും അതിൻ്റെ കാലാവധി. ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ March 31 വരെ ആയിരിക്കും ആ ഒരു 12 months എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂറിങ് ദിസ് പീരിയഡ് ദാറ്റ് അസസ്മെൻറ്റ് ടേക്സ് പ്ലേസ്. ഇൻ അതർ വേർഡ്സ്, the financial year in which the income of the previous year is assessed is called assessment year. അതായത് നമ്മുടെ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറിലെ ഒരു അസസിക്ക് എത്രത്തോളമാണ് ടോട്ടൽ ഇൻകം ഉള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ അദ്ദേഹം എത്രത്തോളം ടാക്സ് അടയ്ക്കണം എന്നുള്ളതും ടാക്സ് ലയബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഇയർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ 2025-26 ആണ് അസസ്മെൻറ്റ് ഇയർ. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 24-25 ആണ്. ഓക്കെ, അതായത് 24-25 ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്രത്തോളമാണ് നമുക്ക് ടോട്ടൽ ഇൻകം ഉള്ളത് അല്ലെങ്കിൽ എത്രത്തോളമാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി ഉള്ളത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ വർഷമാണ്. ഈ വർഷം എന്ന് പറയുമ്പോൾ 2025-26. അപ്പോൾ ഈ 25-26 ആണ് നമ്മുടെ എന്ത് പറയുന്നത്? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അസസ്മെൻറ്റ് ഇയർ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രീവിയസ് ഇയർ. ദ ടേം പ്രീവിയസ് ഇയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ദി ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ അസസി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതായത് ഈ പ്രീവിയസ് ഇയർ നമ്മുടെ ഇൻകം ടാക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. കാരണം എന്താ? അതായത് പ്രീവിയസ് ഇയറിൽ എത്രത്തോളം ഇൻകം ആണോ ഒരു അസസി ഏൺ ചെയ്തിട്ടുള്ളത്, ആ പ്രീവിയസ് ഇയറിലുള്ള ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലായിരിക്കും എന്ത് ചാർജ് ചെയ്യുന്നത്? ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും. ദ ടേം പ്രീവിയസ് ഇയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ദി ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ അസസി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ, പ്രീവിയസ് ഇയർ മീൻസ് ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ എന്താ? അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നിലുള്ള ഇയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നിലുള്ള ഇയർ. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ 2025-26 ആണ് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 2024-25 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ. ഓക്കെ, പിന്നെ ദിസ് പ്രീവിയസ് ഇയർ ഈസ് ദ ഫിനാൻഷ്യൽ ഇയർ ഓർ എ പീരിയഡ് ഓഫ് 12 months. ഇതിനും അതുപോലെ തന്നെ 12 മാസമാണുള്ളത് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, പിന്നെ അപ്പോൾ ഈ പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയറും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ അസസ്മെൻറ്റ് ഇയറിലാണ് അദ്ദേഹത്തിന്, അതായത് ഒരു അസസിക്ക്, അതായത് എൻ്റെ കേസ് പറയുമ്പോൾ എനിക്ക് എത്രത്തോളം ടോട്ടൽ ഇൻകം ആണുള്ളത് അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ടാക്സാണ് ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നേയുള്ള വർഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ നമ്മുടെ ടോട്ടൽ ഇൻകം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അസസ്മെൻറ്റ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് എത്രത്തോളം ടാക്സ് ലയബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ എന്ത് ചെയ്യും? ടാക്സ് അടയ്ക്കും. ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ജനറൽ റൂളിന് എതിരായിട്ടുള്ളതാണ് എന്ത്? ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്, അഥവാ എക്സംഷൻ ടു ദി ജനറൽ റൂൾ. ഇതൊരു ജനറൽ റൂളാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതായത് പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എത്രത്തോളം ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, അത് അസസ്മെൻറ്റ് ഇയറിൽ എന്നിട്ട് ടാക്സ് അടയ്ക്കുന്നു. അതിനെതിരായിട്ട്, അതായത്
ഈ വർഷം അതായത് ഇതിപ്പോൾ 2025-26 ഓക്കെ. ഈ 2025-26 തന്നെ എനിക്ക് എത്രത്തോളം ഇൻകം ഉണ്ടെന്ന് ഞാനിപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പം തന്നെ ടാക്സ് അടയ്ക്കുന്ന അതിനെയാണ് എന്ത് പറയുന്നത്, ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് അഥവാ എക്സംഷൻ ടു ദി ജനറൽ റൂൾ. ഇതെന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മേ ബി എന്താണ് അസസ്മെൻറ്റ് ഇയർ എന്ന് ചോദിക്കില്ല, എന്താണ് പ്രീവിയസ് ഇയർ എന്ന് ചോദിക്കില്ല, ഇത് ചോദിക്കും. ഐ തിങ്ക് കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ദ ജനറൽ റൂൾ ഈസ് ദാറ്റ് ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ചാർജ് ടു ടാക്സ് ഡ്യൂറിങ് ദി അസസ്മെൻറ്റ് ഇയർ. അതായത് ജനറൽ റൂൾ എന്ന് പറയുന്നത് എന്താ, ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ചാർജ് ടു ദ ടാക്സ് ഡ്യൂറിങ് ദി അസസ്മെൻറ്റ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിലെ ടാക്സ് അസസ്മെൻറ്റ് ഇയറിലാണ് എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എക്സംഷൻ ടു ജനറൽ റൂൾ എന്ന് പറയുമ്പോൾ ഈ ജനറൽ റൂളിന് എതിരായിട്ട് ഹൗവർ ഇൻ ദ ഫോളോയിങ് കേസസ് assessee is required to pay tax in the same year in which the earns income. അതായത് ഇൻകം എപ്പോഴാണോ ഏത് വർഷമാണോ ഏൺ ചെയ്യുന്നത് ആ വർഷം തന്നെ ടാക്സ് അടയ്ക്കുക. അതാണ് എന്ത് പറയുന്നത്, എക്സിലറേറ്റഡ് അസസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. ദ ജനറൽ റൂൾ ഈസ് ദാറ്റ് ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് charged to tax during the assessment year. However, in the following cases, assessee is required to pay tax in the same year in which he earns the income. ആ കേസുകളാണ് പറയുന്നത്. ഇൻകം ഫ്രം നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. അതായത് ഇന്ത്യക്കാരനല്ലാത്ത, അതാണ് നോൺ റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ, ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ ഷിപ്പിംഗ് ബിസിനസ് വന്ന് ഇന്ത്യയിൽ നടത്തി അദ്ദേഹം ഇൻകം ഏൺ ചെയ്യുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, ആ ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്തത് ആ വർഷം തന്നെ ടാക്സ് അടയ്ക്കണം. അതാണ് ഇൻകം ഫ്രം നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഓഫ് പേഴ്സൺ ലിവിങ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യ വീട്, അതായത് ഇന്ത്യയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അയാൾ വേറെ അബ്രോഡ് എവിടെയോ പോയിട്ട് സെറ്റിൽഡ് ആവുകയാണ്. അത് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അവർ പറയും നിങ്ങൾ ഈ വർഷം തന്നെ ടാക്സ് അടയ്ക്കണം, ഇനി നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് വരുമെന്നൊന്നും ഉറപ്പില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം തന്നെ ടാക്സ് അടയ്ക്കണം. അതാണ് ഇൻകം ഓഫ് പേഴ്സൺ ലിവിങ് ഇൻ ഇന്ത്യ. പിന്നെ ഇൻകം ഓഫ് പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ അസെറ്റ് ടു അവോയ്ഡ് ടാക്സ്. അതായത് ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും, പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ റിലേറ്റീവ്സ്, അതായത് വൈഫിൻ്റെ പേരിലോട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരിലോട്ട് അല്ലെങ്കിൽ മക്കളുടെ പേരിലോട്ടൊക്കെ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ ഇപ്പം തന്നെ ടാക്സ് അടയ്ക്കണം. ഓക്കെ, പിന്നെ ഇൻകം ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, പ്രൊഫഷൻ ഓർ വൊക്കേഷൻ. അതായത് ഒരു ബിസിനസ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻകം ഏൺ ചെയ്തു, അപ്പോൾ അവർക്ക് മനസ്സിലാവാണ് ഇത്, അതായത് അവരവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ ഈ ഒരു ബിസിനസ് നിലനിൽക്കണം എന്നില്ല, മേ ബി അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അതായത് അത് നിർത്തി വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ പറയും ഇപ്പോൾ ഇത് തന്നെ ടാക്സ് അടയ്ക്കണം, അടുത്ത വർഷത്തോട്ട് വയ്ക്കാൻ കഴിയില്ല. അതാണത് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് അഥവാ എക്സംഷൻ ടു ദി ജനറൽ റൂളിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് തന്നെ വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്നുള്ളത്. ഗ്രോസ് ടോട്ടൽ ഇൻകം മീൻസ് ദ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ബിഫോർ മേക്കിംഗ് എനി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. In other words, it is the aggregate of income under all the 5 heads of income after adjusting the set off and carry forward of losses. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഐ തിങ്ക് 6th സെമ്മിൽ ഈ സെമ്മിൽ ഉണ്ടായിരിക്കും, പക്ഷേ ഡിഡക്ഷൻസ് പഠിക്കാനുള്ളത് 6th തോന്നുന്നു, GST-യിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ 5 heads ഓഫ് ഇൻകം കൂട്ടുന്നതാണല്ലോ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം. അതായത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ 5 heads ഓഫ് ഇൻകം കൂട്ടിയിട്ട് നമുക്ക് എത്രയാണോ ഇൻകം കിട്ടുന്നത് അതിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇത് ബിഫോർ അഡ്ജസ്റ്റിംഗ് സെക്ഷൻ 80C to 80U, അതായത് സെക്ഷൻസ് ഒന്നും ഡിഡക്റ്റ് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇല്ലേ, അതിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുക. ഈ സെക്ഷൻസ് എല്ലതും ഡിഡക്റ്റ് ചെയ്തിട്ട് കിട്ടുന്നതിനാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുക. ഈ ടോട്ടൽ ഇൻകത്തിന് മുകളിലാണ് നമ്മൾ എന്തടക്കേണ്ടത്, ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം മീൻസ് ദ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ബിഫോർ മേക്കിംഗ് എനി ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. ബിഫോർ ആണ്, അതായത് സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് സെക്ഷൻസ് ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻകം അണ്ടർ all 5 heads of income after adjusting the set off and carry forward of losses. Okay,
ടോട്ടലിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? ആഫ്റ്റർ ഡിഡക്റ്റിംഗ് അഡ്ജസ്റ്റിംഗ് സെക്ഷൻ 80C to 80U. Total income means the amount of left after making the deductions under section 80C to 80U for the gross total income. Income tax will be calculated on this total income. അതായത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലായിരിക്കും. സോ ദിസ് ഇൻകം ഈസ് കോൾഡ് ടാക്സബിൾ ഇൻകം. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത് പറയുന്നത്? ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി നിങ്ങളോട് എന്താണ് ടാക്സബിൾ ഇൻകം എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കുക, ടോട്ടൽ ഇൻകം എന്നായിരിക്കില്ല. ഓക്കെ, അപ്പോൾ രണ്ടും പഠിച്ച് വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ക്യാഷ്വൽ ഇൻകം. ക്യാഷ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം ആണ്. അതുപോലെ തന്നെ നോൺ റിക്കറിങ് ഇൻകം ആണ്. അതായത് ഇനി നമുക്കത് കിട്ടുമെന്ന് ഒരു ഉറപ്പും ഇല്ല. അതുപോലെ തന്നെ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ആ ഇൻകം കിട്ടുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എനിക്കൊരു 10 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കുക. എനിക്കായിരുന്നു ഈ തവണത്തെ ഓണം ബമ്പർ. ഓക്കെ, അതിനി എനിക്ക് അടുത്ത വർഷം അടിക്കണമെന്നുണ്ടോ? അതിനടുത്ത വർഷം അടിക്കണമെന്നുണ്ടോ? ഇല്ല, അടിക്കില്ല. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? നോൺ റിക്കറിങ് ഇൻകം. ഇനി എനിക്ക് ആ ഇൻകം കിട്ടത്തില്ലല്ലോ. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ഇൻകം. അതായത് ഞാനിപ്പോൾ ലോട്ടറി എടുക്കുന്നുണ്ട്, പക്ഷേ അത് 10 കോടി രൂപ എനിക്ക് ലോട്ടറി അടിക്കുന്നു വിചാരിച്ചിട്ടല്ലോ ഞാനത് എടുക്കുന്നത്. നമ്മളങ്ങ് എടുക്കുന്നതല്ലേ. അതാണ് അൺഎക്സ്പെക്റ്റഡ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ നോൺ റിക്കറിങ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് കാഷ്വലി ഈസ് കോൾഡ് കാഷ്വൽ ഇൻകം. നോൺ റിക്കറിങ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് കാഷ്വലി ഈസ് കോൾഡ് കാഷ്വൽ ഇൻകം. ഇറ്റ് ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻകം winning from lottery, income from card games, crossword puzzles and other games or gambling or betting in any from casual incomes. അതാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ അസസി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഹിസ് ഓർ ഹെർ ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിൽ അയാൾ എത്രത്തോളം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനെ ഡിറ്റർമൈൻ ചെയ്തിട്ടിരിക്കും ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ അസസി എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡീറ്റെയിൽഡായിട്ട് തന്നെ പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളെന്തായാലും ഇത്രയും പഠിച്ച് വയ്ക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷൻസ് ഞാൻ എന്തായാലും, അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ എക്സാമിന് മുന്നേ അറിയില്ല കേട്ടോ, നോക്കട്ടെ, ഐ വിൽ ട്രൈ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.